ഫ്രണ്ട്സ്, നമുക്കൊരു 400 രൂപയ്ക്ക് ചന്ദനത്തിരി ബിസിനസ് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ 400 രൂപയുടെ ചന്ദനത്തിരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. 1000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ചന്ദനത്തിരി കുറച്ചെണ്ണം ഇടുവാണെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിൽ വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ 5 തരത്തിലുള്ള ചന്ദനത്തിരികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് മസാല ബത്തിയാണ്. ഇതാണ് മസാല ബത്തി. ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ചന്ദനത്തിരിയാണ്. രണ്ടാമത് ഇത് ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വെച്ചൂർ പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് നോൺ പോയ്സൺ ആണ്. ഇതാണ് യഥാർത്ഥ ചന്ദനത്തിരി. ഇത് ചന്ദനപ്പൊടി അല്ലെങ്കിൽ വൈറ്റ് ചന്ദനത്തിരി എന്ന് പറയും. ഇതും പ്രീമിയം പത്തിയാണ്. നാലാമത്തത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കത്തിക്കുന്ന സാധാരണ സാമ്പ്രാണിത്തിരിയാണ്. ഇത് ചന്ദനത്തിരിയല്ല, സാമ്പ്രാണിയാണിത്. ഇതിന് ഏകദേശം 70 രൂപ മുതൽ ഉള്ളൂ റേറ്റ് വരുന്നുള്ളൂ. ഇത് അമ്പലങ്ങളിലെ പൂവിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ചന്ദനത്തിരിയാണ്. ഇതും ഏകദേശം പ്രീമിയം ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ കൊതുക് തിരിയാണ്. നമ്മൾ പല ബ്രാൻഡിൻ്റെ കൊതുക് തിരി വാങ്ങിച്ച് കത്തിക്കുന്നുണ്ട്. കൊതുക് തിരിയാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ചന്ദനത്തിരി പിടിപ്പിക്കാനുള്ള അതിൻ്റെ സ്റ്റിക്കാണ്, ബാംബു സ്റ്റിക്കാണ്. ഇത് ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള മെഷീനാണ്. എൻ്റെ കയ്യിൽ മൊത്തം 10 മെഷീൻ കിടപ്പുണ്ട്. നമുക്ക് ഒരു മെഷീൻ്റെ ആവശ്യമുള്ളൂ. ഏകദേശം ഒരു മെഷീന് 200 kg പെർ ഡേ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ബാക്കിയുള്ള മെഷീനെല്ലാം വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പാർട്ണർഷിപ്പിൽ തുടങ്ങിയതായിരുന്നു കുറച്ച് വർഷം മുന്നേ. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ വീണ്ടും തുടങ്ങിയതാണ്. ഇത് ചന്ദനത്തിരിയുടെ കവറുകളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചന്ദനത്തിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും പിന്നെ ഇതിൻ്റെ കവറുകൾ പിള്ളേർക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇത് ചന്ദനത്തിരി അതിന് മുക്കാനുള്ള പെർഫ്യൂമാണ്. പെർഫ്യൂം നമ്മൾ നോട്ട് എടുത്തിട്ട് പെർഫ്യൂം തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പെർഫ്യൂമിന് റേറ്റ് കുറവ് വരും. നേരെ മറിച്ച് നമ്മൾ പെർഫ്യൂമായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു 1600 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം കിട്ടുള്ളൂ. ഇനി നമുക്ക് ചന്ദനത്തിരി ഉണ്ടാക്കാൻ വേറൊരു സാധനം വേണ്ടത് DEP ഓയിലാണ്. പിന്നെ വൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് വേറെ കുറഞ്ഞ വണ്ടിയുടെ എൻജിൻ ഓയിൽ എന്നൊക്കെ എടുക്കുന്ന ഓയിൽ വരുന്നുണ്ട്. അതിലാണ് ഭൂരിഭാഗം ചന്ദനത്തിരികൾ മുക്കുന്നത്. പക്ഷേ അത് പോയ്സണാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചന്ദനത്തിരികൾ ഭൂരിഭാഗം വൈറ്റ് ഓയിലിൽ മുക്കിയിട്ടാണ് വരുന്നത്. അതിനൊരു 80 രൂപ അടുത്ത റേറ്റ് വരുന്നുള്ളൂ. ഇതിന് ഏകദേശം 150 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെർഫ്യൂം DEP ഓയിലുമായിട്ട് മിക്സ് ചെയ്യലാണ്. അതിന് ഞാൻ ചെയ്യുന്നത് 4:1 റേഷ്യോയിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50 ml ബീക്കർ എടുത്തിട്ടുണ്ട്. എൻ്റെ അകത്തൊരു 40 ml നമ്മൾ DEP ഓയിൽ എടുത്തിട്ടുണ്ട്. ബാലൻസ് 10 ml പെർഫ്യൂമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പെർഫ്യൂമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി പെർഫ്യൂം DEP ഓയിലിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. 4:1 ആണെങ്കിൽ 100 ml എടുക്കുകയാണെങ്കിൽ 20 ml പെർഫ്യൂം ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചന്ദനത്തിരി ഇതിൻ്റെ ഉള്ളിലേക്ക് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നിങ്ങളെ സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. നമ്മളപ്പോൾ 1 കിലോ ചെയ്യുവാണെങ്കിൽ ഒരു 4 ലിറ്റർ DEP ഓയിലിലേക്ക് 1 ലിറ്റർ പെർഫ്യൂം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് ചന്ദനത്തിരി നിറയ്ക്കാനുള്ള ഇന്നർ പൗച്ച്, ഔട്ടർ കവർ ഇതെല്ലാം വേണം. അപ്പോൾ നമ്മൾ ഏകദേശം മുക്കിയെടുത്ത ചന്ദനത്തിരി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, വയ്ക്കുക. അതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവറാണോ വേണ്ടത്, പേപ്പർ കവറാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാൻ രണ്ടിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയ്ക്കൊക്കെ കൊടുക്കുന്നത് നമ്മൾ പേപ്പർ കവറിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ചില അമ്പലങ്ങൾ പ്ലാസ്റ്റിക് കവർ വേണ്ട, ഞങ്ങൾക്ക് പേപ്പർ കവർ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി എടുക്കുക. നിങ്ങൾ എത്ര ചന്ദനത്തിരിയാണോ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാൻ 12 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത് 10 രൂപയുടെ പാക്കറ്റിൽ. ചിലയിടത്ത് അതിൽ കൂടുതൽ കൊടുക്കുന്ന കവറുകളും ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഔട്ടർ കവറാണ്. അപ്പം നമ്മൾ ഔട്ടർ കവർ സെലക്ട് ചെയ്യുക. അത് ഏകദേശം ഒരു 10-12 വെറൈറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ ചന്ദനത്തിരിയുടെ കവർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മറ്റാരെങ്കിലും കവറിൽ ഇട്ട് കൊടുത്താലും നമുക്ക് ലൈസൻസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. അവരുടെ ലൈസൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇനി കവറിൻ്റെ അകത്ത് നിറയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ജോലിയാണ്. അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോഫിറ്റും നല്ല രീതിയിൽ കിട്ടുന്നൊരു ജോലിയാണ്. അപ്പോൾ ഞാൻ ചന്ദനത്തിരി കൊടുക്കുന്ന 5 രൂപ ആ റേറ്റിലൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. 7 രൂപ ആ റേറ്റിലൊക്കെയാണ് കടക്കാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് മേടിക്കുന്നവർ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച കവറുകളെല്ലാം ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറിലേക്ക് നിറയ്ക്കുക.
അപ്പോൾ അത് ഏകദേശം ഒരു 12 എണ്ണത്തിൻ്റെ ബോക്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇത് നിറച്ചിട്ട് നമ്മളിത് കടകൾക്കോ അല്ലെങ്കിൽ അമ്പലങ്ങൾക്കോ ഒക്കെ സെല്ല് ചെയ്യും. അമ്പലങ്ങളിൽ തന്നെ ഒരു സീസണിൽ എത്ര ചന്ദനത്തിരി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇതാണ് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന മെഷീൻ. ഇത് ഏകദേശം 200 കിലോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് ഒരു മെഷീന്. ഇത് 8G സ്പീഡാണ്. അപ്പോൾ മെഷീൻ്റെ കാര്യത്തിലാണ് പലരും ചതിക്കപ്പെടുന്നത്. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാലൻസ് ഡീറ്റെയിൽസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ചന്ദനത്തിരി ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാന പ്രശ്നം നമുക്ക് ബൾക്കായിട്ട് ഇത് വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഉള്ളതാണ് കുഴപ്പം ഇതിൻ്റെ അകത്തെ. പക്ഷെ ഞാനിത് 400 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.